എന്റെ കുടുംബം അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അനുജനും അനുജത്തിയും അടങ്ങുന്ന വലിയൊരു കുടുംബമാണ് അനുവിന്റേത്. ഒരുപാട് അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ അനുവിന്റെ വീട്ടിൽ എന്നും ബഹളമാണ്. അനുവിന് പാട്ട് പാടാൻ ഇഷ്ടമാണ്. സ്കൂളിൽ അനു ഒരു സിംഗിങ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി അവൾ എന്നും പരിശീലനം നടത്തും. എന്നാൽ വീട്ടിലുള്ളവരുടെ ശബ്ദം കാരണം അനുവിന് പാട്ടുപാടുന്നതിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നുണ്ടായില്ല. ലിവിംഗ് റൂമിൽ നിന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും TV കാണുന്നതിന്റെ ബഹളം, അടുക്കളയിൽ അമ്മയും അച്ഛനും പാത്രങ്ങൾ കഴുകുന്നതും സംസാരിക്കുന്നതുമായ ശബ്ദം, മുറ്റത്തു നിന്നാണെങ്കിൽ ചേട്ടനും അനുജനും പന്ത് കളിച്ച് ബഹളമുണ്ടാക്കുന്നു. ചേച്ചിയോട് സഹായം ചോദിക്കാമെന്ന് വെച്ച് ബെഡ്റൂമിൽ ചെന്നപ്പോൾ ചേച്ചിയും അനുജത്തിയും ചേർന്ന് പുതിയ ഡാൻസ് സ്റ്റെപ്പുകൾ പരിശീലിച്ച് ശബ്ദമുണ്ടാക്കുന്നു. എനിക്കൊന്ന് സമാധാനമായി പാടാൻ പോലും ഇവിടെ പറ്റുന്നില്ലല്ലോ അന്ന് സങ്കടത്തോടെ നിലവിളിച്ചു. അവൾ തന്റെ മുറിയിൽ പോയി വാതിലടച്ചിരുന്നു. ആ ബഹളങ്ങളെല്ലാം അവളെ അലട്ടിക്കൊണ്ടേയിരുന്നു. എനിക്കും എന്റെ കൂട്ടുകാരെ പോലെ ചെറിയൊരു കുടുംബം മതിയായിരുന്നു, അനു മനസ്സിൽ പറഞ്ഞു. അങ്ങനെ മത്സര ദിവസം എത്തി. അനു സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങി. എന്നാൽ പാതി വഴിയിൽ അവൾ വരികൾ മറന്നുപോയി. പേടി കാരണം അവളുടെ തൊണ്ട ഇടറി. അവൾ നിശബ്ദയായി നിന്നു. അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് കാണികൾക്കിടയിൽ നിന്ന് പരിചിതമായ ഒരു ശബ്ദം അവൾ കേട്ടു. അവളുടെ അനുജനും അനുജത്തിയും കൈകൊട്ടി താളം പിടിക്കാൻ തുടങ്ങി. പിന്നാലെ ചേട്ടനും ചേച്ചിയും എഴുന്നേറ്റ് അവളെ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിലെ അതേ ബഹളം തന്നെ. ആ ശബ്ദമാണ് തനിക്ക് ധൈര്യം നൽകുന്നതെന്ന് അനു തിരിച്ചറിഞ്ഞു. അവൾ ആത്മവിശ്വാസത്തോടെ പാടി തീർത്തു. സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും അനു ഒരു കാര്യം തിരിച്ചറിഞ്ഞു. വീട്ടിലെ ബഹളം വെറും ശല്യമല്ല, അത് തന്നെ സ്നേഹിക്കുന്നവരുടെ ശബ്ദമാണ്. കുടുംബത്തിന്റെ സ്നേഹവും പിന്തുണയുമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുതൽ. ആ ബഹളങ്ങളാണ് നമ്മൾ തനിച്ചല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സെർച്ചിങ് ഫോർ ന്യൂ വേർഡ്സ്. കുടുംബം, ഫാമിലി. വീട്, ഹോം. കരുതൽ, കെയർ. ഒന്നിച്ച്, ടുഗദർ. അച്ഛൻ, ഫാദർ. അമ്മ, മദർ. ചേട്ടൻ, എൽഡർ ബ്രദർ. ചേച്ചി, എൽഡർ സിസ്റ്റർ. അനിയൻ, യങ്ങർ ബ്രദർ. അനിയത്തി, യങ്ങർ സിസ്റ്റർ. മുത്തച്ഛൻ, ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശി, ഗ്രാൻഡ് മദർ.